ഇന്ന് ഞാൻ കാണിക്കുന്നു ഇങ്ങനെ ഡെസ്ക് ഇങ്ങനെ ആയതാണ്. ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ഓർഡർ ചെയ്ത സംഭവമാണ് ഈ ഒരു ടേബിൾ സ്റ്റിക്കർ എന്ന് പറയാം. നമുക്ക് ഡെസ്ക് മേക്ക് ഓവറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കളർ ആ ടേബിൾ വേണമെന്നൊക്കെ ഉണ്ടാവില്ലേ. എൻ്റെ ടേബിൾ ഒരു വുഡൻ ടേബിളായിരുന്നു. അപ്പോൾ എനിക്കതൊരു വൈറ്റ് ടേബിൾ ആവാനായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ ഇത് ഒട്ടിക്കാതെ വിചാരിച്ച് വാങ്ങിയതായിരുന്നു. പിന്നെ ഇതല്ലാതെ 2 ഓർഗനൈസേഴ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വീഡിയോ എൻ്റെ പോയിട്ടുണ്ട്. ഞാൻ ഓർഗനൈസറിനെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഓൾറെഡി അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ഈ ഒരു സൈഡിലുള്ള ടേബിൾ കെട്ടി വെച്ചു. പിന്നെ അതിലുള്ള സാധനങ്ങളൊക്കെ മാറ്റി ഇപ്പം നമുക്ക് വേണ്ടി മെഷർമെൻറ്റ് എടുത്തു. അത് ഒട്ടിക്കാൻ നോക്കി. ഒട്ടിച്ചതിന് ഫുൾ കൊളായി. അത്രയും വേസ്റ്റായി. അവസാനത്തെ ലുക്കാണിത്. ഉപ്പ് വന്നതിൻ്റെ ശേഷം ഉപ്പിനെ കൂടി ഞങ്ങൾ റെഡിയാക്കി പിച്ചു ഗൈസ്. അങ്ങനെ ഇത്ര റെഡിയായി. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഷോർട്സ് ആയിട്ട് നിൽക്കുന്ന ലോങ് വീഡിയോ കാണാൻ താല്പര്യമില്ല. അതിലേക്ക് ഷോർട്സാണ് കാണുന്നത്. ഷോർട്സ് ഇപ്പോൾ കാണാം. പിന്നെ ഞാൻ ഇതിൽ വെക്കാത്ത ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ അടുത്തത് വീഡിയോ എടുത്തിട്ട് കുറച്ച് കാലം ആയി. അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് 2-3 സാധനങ്ങൾ ഇതിൽ ആഡ് ചെയ്തു ഞാൻ വേറെ. അതിൻ്റെ വീഡിയോ ഒക്കെ വഴിയേ വരും. അതിൻ്റെ അൺബോക്സിങ് വീഡിയോസൊക്കെ എന്തായാലും നിങ്ങൾക്ക് കാണാം. മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആണ്. പ്രൊഡക്റ്റ്സാണ്. പിന്നെ നമ്മളുടെ അവിടെ ആ ഒരു ചെടിയും വുഡൻ ബ്ലോക്കൊക്കെ ഇട്ട കവറും പിന്നെ നമ്മുടെ കലണ്ടർ വെച്ച് ഹുക്ക് പറക്കാൻ കിട്ടുന്നില്ല. പറിച്ചപ്പോൾ ബോളത്തെ മാത്രമേ പോകുന്നായിരുന്നു. ഒറ്റ വലിയ സാധനം കിട്ടിയില്ലേ. പിന്നെ നമ്മുടെ വോളും തുടച്ചു പൊടിയൊന്നും ഉണ്ടെങ്കിൽ പിന്നെ ഏറ്റവും ബെസ്റ്റ് വാൾ ഡെക്കറേറ്റ് പോസ്റ്റേഴ്സാണ് തോന്നിയിട്ട് പോസ്റ്റേഴ്സ് വെച്ചു. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ പിറ്റേ ദിവസം സ്കൂൾ വിട്ട് വന്നിട്ടായിരുന്നു എടുത്തത്. അപ്പോഴത്തേക്കും കറണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ലൈറ്റിൻ്റെ ഇഷ്യൂ വന്നു. സോറി. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എന്ന് വെച്ചാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇന്നൊക്കെ ഈ ഒരു വാളിൽ പോസ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടി ഒരു 5 പോസ്റ്റേഴ്സ് കൂടി പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കുറവുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ഒട്ടിച്ചെടുത്തു. പക്ഷെ ഇപ്പോൾ കുറച്ച് ബോറുണ്ട്. എന്തായാലും അതിന് 2 എടുത്ത് ഒഴിവാക്കണം ഇൻഷാല്ലാ. പിന്നെ അടുത്തതായിട്ട് ഇദ്ദേഹത്തെ ഒരു കവറിൽ നമ്മൾ സാധനം ഇങ്ങനെ പുറത്ത് വെക്കില്ലായിരുന്നു. അത് നമ്മുടെ സ്വന്തം ലീവ്സ് ആയിരുന്നു. ആർട്ടിഫിഷ്യൽ ലീവ്സ് ഞാൻ പറഞ്ഞിരുന്നു. ആ ആർട്ടിഫിഷ്യൽ ലീവ്സ് വെക്കാനുള്ള ശ്രമമാണ്. പക്ഷേ എനിക്ക് ഇങ്ങനെ വെക്കാൻ ഇഷ്ടമായിരുന്നു. പ്ലാന്റ് ആ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. എനിക്ക് ദേഷ്യം അവസരം ടേബിൾ വെള്ളം കട്ട് ചെയ്ത് അവസരം ടേബിൾ വെള്ളം ഫുൾ ഞാൻ കളഞ്ഞില്ല എടുത്ത് വെച്ചു. ഇങ്ങനെ വഴിയിൽ ആവശ്യം വന്നാലും അപ്പോൾ അതവിടെ സ്റ്റിക്കാവുന്നുമില്ല. എനിക്ക് വേണ്ട രീതിയിൽ നിൽക്കുന്നുമില്ല. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻഷാല്ലാ ഒരു ദിവസം നമുക്ക് മറ്റേ വള്ളി പോലത്തെ തന്നെ വാങ്ങിയിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ നമ്മൾ ആ ടേബിൾ മേലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഓൾറെഡി ഉള്ള ഓർഗനൈസർ എന്നതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ആ 2 ഓർഗനൈസേഴ്സ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ആദ്യത്തെ ഇവിടെ 2 ഓർഗനൈസറെ ഓർഡർ ചെയ്തു. പക്ഷേ അതിൻ്റെ വീഡിയോ ഇത് മിസ്സായത്. നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. പിന്നെ ഇവിടെ വെക്കണ എല്ലാ സാധനങ്ങളും ഞാൻ എന്തൊക്കെ വെക്കുന്നത് ഡീറ്റെയിൽ ആയി കാണിക്കണമൊന്നുമില്ല. ബിക്കോസ് ചിലവർക്ക് അതൊരു ചടപ്പാവാം. നമുക്കെല്ലാവർക്കും ഒരേമാതിരി ആവണമെന്നില്ലല്ലോ. ചിലർക്ക് ഈ വീഡിയോ ഒക്കെ ഒരു കൂടി വന്ന ഒരു 5 മിനിറ്റിൽ ഒതുങ്ങണമെന്നാവാം. എസ്പെഷ്യലി ഞാനങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഷോർട്സ് ഒരു 3 മിനിറ്റ് വരെ പോവുമെങ്കിൽ ഇതെനിക്കൊരു 5 മിനിറ്റ് വരെയാണ് ഈ ഡ്രസ് മേക്ക് ഓവറൊക്കെ വേണ്ടത്. പിന്നെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. എനിക്ക് അതിനൊരു പ്രശ്നമായിട്ടല്ലേ ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റെ വീഡിയോസൊക്കെ ഒരു 5 മിനിറ്റ് അതുകൊണ്ടാണ് ഇങ്ങനെ. അങ്ങനെ നമ്മൾക്ക് ഉള്ള ചില സാധനങ്ങളും ഒക്കെ നമ്മൾ ഇതിൽ ഞാൻ വെക്കുന്നുണ്ട്. പക്ഷേ ഏകദേശം ഓർഗനൈസർ ഫില്ലാവാൻ മാത്രമേ വെച്ചു. ആൻഡ് ഫൈനലി നമുക്ക് നമ്മുടെ ബ്രഷ് പെൻസും ഒക്കെ വെക്കാം. പിന്നെ ഇവിടെ ഒരു ബാക്ക്മാൻ വെച്ചതിൻ്റെ ശേഷം കിൻഡർ ജോയിൻ്റെ കൂടെ ഹാരി പോട്ടർ എഡിഷൻ കിൻഡർ ജോയിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു 3 സാധനങ്ങൾ നമ്മൾ വെക്കുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് പറഞ്ഞ അത്യാവശ്യം എനിക്കറിയാം. പക്ഷേ ആക്ച്വലി ഞാൻ ഈ സാധനങ്ങളൊന്നും ഇവിടെ അല്ല വെച്ചാൽ എൻ്റെ ഫൈനലിൽ കണ്ടത് എനിക്ക് മനസ്സിലായതൊക്കെ ഞാൻ ശരിക്കും എവിടെ വെച്ചത്. ഇതിൽ എൻ്റെ അടുത്ത് കയ്യിലുള്ള കുറച്ച് ക്യൂട്ട് സാധനങ്ങളാണ് ഇതിൽ വെക്കണത്. മറ്റേതിൽ എൻ്റെ കയ്യിലുള്ളതും പിന്നെ എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ മരുന്ന് എന്തെങ്കിലും അസുഖം വരുമ്പോൾ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കാൻ വേണ്ടി ഈ ഒരു ഷെൽഫ് മെഡിസിനായിട്ട് വെച്ചു. പിന്നെ എൻ്റെ അടുത്തുള്ള ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സും മരത്തോണ്ട് ഉണ്ടാക്കി ഈ ഒരു സാധനവും ഒക്കെ വെക്കുന്നുണ്ട്. പിന്നെ ഒരു തൊത്തോയിൻ്റെ പെയിൻറ്റിങ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൈനലൊക്കെ കണ്ടാലോ.